കർത്താവിന് മഹത്വം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാന വിഷയം, നമ്മൾ അനേക വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സന്ദേശം ഇതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടക്കാലം. ഈ 70 ആഴ്ചവട്ടക്കാലത്ത് 69-ാമത്തെ ആഴ്ചവട്ടത്തിനും 70-ാമത്തെ ആഴ്ചവട്ടത്തിനും നടുവിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് എന്ന് വളരെ സവിസ്തരം പഠിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, പെന്റക്കോസ്റ്റൽ, ഇവാഞ്ചലിക്കൽ സമൂഹത്തിന് നടുവിൽ ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് 69-ാമത്തെ ആഴ്ചവട്ടത്തിനും 70-ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ ഇങ്ങനൊരു ഗ്യാപ്പ് ഒരു സ്ഥലത്തും കാണുവാനായിട്ട് കഴിയത്തില്ല. ഇത് മാനുഷികമായ വേദപുസ്തകത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ തിയറി സ്ഥാപിക്കാൻ വേണ്ടി, തങ്ങളുടെ വിശ്വാസ പ്രമാണം, തങ്ങളായിട്ടുണ്ടാക്കിയ വിശ്വാസ പ്രമാണത്തെ സ്ഥാപിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ഈ ഗ്യാപ്പ് തിയറി എന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 70 ആഴ്ചവട്ടക്കാലം ദൈവം എന്തിനാണ് കൊടുത്തത്? ഇതിനൊരു പശ്ചാത്തലം. നമ്മൾ യഹൂദന്റെ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദാവീദിന്റെ കാലം മുതൽ ഏകദേശം ഒരു 500 വർഷത്തിന് അകത്ത് 490 വർഷത്തോളം കാലഘട്ടം, സെദേക്കിയാവ് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ കൽപ്പനയായ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ശബത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുകയും എല്ലാ 6 വർഷത്തിന് ശേഷം 7-ാം വർഷം ലാൻഡ് ശബത്തായി കൃഷി ചെയ്യാതെ വിട്ടേക്കണം എന്നുള്ള പ്രമാണം അനുസരിച്ച് ഏകദേശം 70 ശാബത്തുകൾ, 70 ശബത്ത്, അതായത് ഏകദേശം 490 വർഷത്തെ കാലയളവിൽ 70 ശബത്തുകൾ ലാൻഡിന് നിഷേധിക്കപ്പെടുകയും വളരെ സീരിയസ് ആയി ദൈവത്തിന്റെ കൽപ്പനകളെ അവർ ലംഘിക്കുകയും ചെയ്തതിനാൽ ജെരമ്യാവിന്റെ പ്രവചനം അനുസരിച്ച് ദൈവം അവരെ ബാബേലിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി അവിടെ അവർ 70 വർഷത്തോളം സംവത്സരങ്ങൾ അടിമകളായി പാർക്കേണ്ടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച കാലഘട്ടത്തിൽ അതിന്റെ സമയം വന്നപ്പോൾ, അല്ലെങ്കിൽ ആ 70 ആഴ്ചവട്ടം തികയുന്ന കാലം വന്നപ്പോൾ, യെരമ്യാവിന്റെ പുസ്തകം വായിച്ച ദാനിയേൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ യെരമ്യാവിന്റെ പുസ്തകത്തിൽ 70 ആഴ്ചവട്ടക്കാലം അങ്ങ് അവിടുത്തെ ജനത്തെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന പ്രവചനം നിവർത്തിയാകേണ്ടതിന് ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നത് നമുക്ക് ദാനിയേലിന്റെ പ്രവചനത്തിൽ കൃത്യമായിട്ട് വായിപ്പാനായിട്ട് കഴിയും. ഇത് നമ്മുടെ ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനം കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. പ്രാർത്ഥന. ഇപ്പൊ 70 ആഴ്ചവട്ടത്തെ ശിക്ഷാ നടപടികൾ അവസാനിച്ചു. ദൈവം ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഗബ്രിയേലിനെ അയക്കും. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുന്നു. അന്ന് അവർ 490 വർഷങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിക്കായകയാൽ അതിന് തത്തുല്യമായ 70 സംവത്സരങ്ങൾ ബാബേൽ പ്രവാസത്തിൽ കഴിയേണ്ടി വന്നു, അടിമകളായി കഴിയേണ്ടി വന്നു. അതിന് പകരമായിട്ട് ദൈവം വീണ്ടും വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വീണ്ടും 490 വർഷങ്ങൾ ഇസ്രായേലിന് വേണ്ടി ദൈവം അനുവദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, മുമ്പ് അവർ തെറ്റ് ചെയ്തതുപോലെ തന്നെ എത്ര വർഷങ്ങളാണോ അവർ ശാബത്ത് ലംഘിച്ചത്, അത്ര വർഷങ്ങൾ ദൈവം അവർക്ക്
വീണ്ടും ഒരു 490 വർഷങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുക. എന്തിനാണ്? കൽപ്പനകളെ അനുസരിപ്പാൻ, ശബത്തിനെ സൂക്ഷിപ്പാൻ വേണ്ടി. നമുക്ക് ആ ഒരു ചിത്രം നമുക്ക് പുതിയ നിയമത്തിൽ എല്ലായിടത്തും കാണാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴൊക്കെ ശബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഉടനെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ശക്തമായ നിലയിൽ ക്രിസ്തുവിനും എതിരെ നിന്നതിന്റെ കാരണം, ഒരു കാലത്ത് ശബത്ത് ലംഘിച്ചതിന്റെ പേരിൽ 70 ആഴ്ചപ്പെട്ട അടിമകളായിരുന്ന കാലത്തെ ഓർത്തിട്ട് ഒരിക്കൽ പോലും ശബത്ത് ലംഘിക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവമായി അവർ അനേക കൽപ്പനകൾ എഴുതി ഉണ്ടാക്കുക ചെയ്തു. നമ്മൾ മിഷ്ന എന്ന് പറയുന്ന റബിമാരുടെ ജൂയിഷ് റഫറൻസ് ഗ്രന്ഥത്തിൽ മിഷ്നയിൽ ഏകദേശം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അറിവിൽ വന്നത്, ഏകദേശം 2000-ത്തിലധികം പേജുകൾ ശബത്തിനെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ ഒരു കാലത്തും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ച് കഠിനമാക്കി കളഞ്ഞു അവർ ശബത്തിനെ. എന്നാൽ ദൈവം പറഞ്ഞു, ശരി, നിങ്ങളെ ഞാൻ അടിമകളാക്കിയെങ്കിൽ 70 വർഷം നിങ്ങൾ സംവത്സരം അടിമകളായി പാർത്തു എങ്കിൽ അതിന് തത്തുല്യമായി ഒരു 490 വർഷം കൂടെ നിങ്ങൾക്ക് തരികയാണ്. അതായത് ഒരു 70 ആഴ്ചവട്ട കാലം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ആ കൽപ്പനകളെ അനുസരിക്കണം. എന്തിനാ അത് കൊടുത്തതെന്ന് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പറയുന്നത് കേൾക്കുക. വേദപുസ്തകത്തെ ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ വചനത്തിന് വേണ്ടി നിൽക്കുന്നു, ഞങ്ങൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നു, ഞങ്ങൾ തിരുവെഴുത്തുകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വേദപുസ്തകത്തെ ബഹുമാനിക്കുന്നവരെങ്കിൽ, കർത്താവിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവരെങ്കിൽ, ഞാൻ ഈ പറയുന്നത് വളരെ സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിപ്പാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 70 ആഴ്ചവട്ട കാലത്ത് ഇവരോട് ദൈവം പറയുന്ന കാര്യം ഇങ്ങനെ, 24-ാമത്തെ വാക്യം, അതിക്രമത്തിന് എന്തിനാന്ന് പറയുമ്പോൾ 70 ആഴ്ചവട്ടം കൊടുത്തത് അതിക്രമത്തിന് തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും, ഇസ്രായേലിന്റെ ജനത കേട്ടോ, ഭൂമിയിൽ വേറെ ആർക്കുമല്ല, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 6 പ്രധാനപ്പെട്ട പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടണം. അത് പൂർത്തീകരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അതായത് ഈ 70 ആഴ്ചവട്ടത്തിന്റെ ഗോൾ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഗോൾ ഓഫ് ദി 70 വീക്സ്, അതിലെ ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് 6 ഗോൾസ് ആണ്. ഫിനിഷ് ട്രാൻസ്ഗ്രഷൻ ആൻഡ് രണ്ടാമത്തത് എൻഡ് ഓഫ് സിൻസ്. അതിക്രമത്തിന് തടസ്സം ചെയ്യണം, ഫിനിഷ് ചെയ്യണം. പാപത്തെ അവസാനിപ്പിക്കണം, പാപങ്ങളെ മുദ്രയിടുവാനും. അകൃത്യത്തിന്, അതിക്രമമുണ്ട്, ഇനിക്വിറ്റി ഉണ്ട്, ട്രാൻസ്ഗ്രഷൻ ഉണ്ട്. അപ്പം അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത്, അതായത് റീകൺസിലിയേഷൻ ഓഫ് ഇനിക്വിറ്റി. അപ്പൊ ഒന്നാമത്തത് അതിക്രമങ്ങൾക്ക് തടസ്സം ചെയ്യണം, പാപങ്ങൾക്ക് മുദ്രയിടണം, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം. അടുത്തത് നിത്യനീതി, അതായത് എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ് വരുത്തണം, എന്നേക്കുമുള്ള നീതി സ്ഥാപിക്കപ്പെടണം. 4-മത്തത് കേട്ടോ, സ്ഥാപിക്കപ്പെടണം. അടുത്തത് ദർശനവും പ്രവചനവും മുദ്രയിടണം, അതായത് സീലപ്പ് വിഷൻ ആൻഡ് പ്രോഫസി. ഈ സീലപ്പ് വിഷൻ ആൻഡ് പ്രോഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദർശനങ്ങളും പ്രവചനങ്ങളും ഫുൾഫിൽ ആകണം. അതാണ് അർത്ഥം. അല്ലാതെ എല്ലാം അടച്ചു വെക്കാൻ വേണ്ടിയല്ല, ഫുൾഫിൽഡ് ആകണം. ഇറ്റ് ഹാസ് ടു ബി ഫുൾഫിൽഡ്. അപ്പം ദർശനങ്ങളും പ്രവചനങ്ങളും മുദ്ര ഇടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ. അതിപരിശുദ്ധമായതിനെ, നിശ്ചയമായിട്ടും അത് ക്രൈസ്റ്റും അവന്റെ സഭയുമാണ്, മോസ്റ്റ് ഹോളി പ്ലേസ് ആണ്. ദാറ്റ്സ് എ ചർച്ച് ആൻഡ് ക്രൈസ്റ്റ്. അപ്പൊ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും, ഇസ്രായേലിനും, വിശുദ്ധ നഗരം യെരൂശലേമിനും ദൈവം 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 70 ആഴ്ചവട്ടം നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. എന്തിനാ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ, ഇവിടെ നമ്മൾ അത് നോക്കിയാൽ, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഈ 7, 70 എന്നൊക്കെ യഹൂദനോട് പറഞ്ഞാൽ കൃത്യമായിട്ട് അവൻ അറിയാം, ഇത് സാബത്ത് ഇയർ ആണ്, അല്ലെങ്കിൽ സാബറ്റിക്കൽ ഇയർ ആണ് എന്നവർക്കറിയാം. അപ്പൊ അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. നമ്മൾ നോക്കിയ 7, അതായത് റീബിൽഡിങ് ജെറുസലേം ആഫ്റ്റർ എക്സൈൽ, അതായത് ദേവാലയത്തെ നോക്കിയേ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ.
അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിൻ്റെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അപ്പൊ 62 ആഴ്ചവട്ടം 7 ആഴ്ചവട്ടം. അപ്പം 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 7 49 വർഷം. ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. എവിടെ ഇത് ആരംഭിക്കുന്നതെന്നും കൂടെ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ഡിക്രി ടു ബിൽഡ്, അതായത് ദേവാലയത്തെ പണിയാൻ വേണ്ടി, നിങ്ങൾ കണക്കൊക്കെ അറിയാവുന്നവരെന്ന് ശ്രദ്ധിക്കണം, മാത്സ് അറിയാവുന്നവർ ശ്രദ്ധിക്കുക. ദേവാലയം പണിയാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുന്നത് അർത്ഥശിഷ്ട രാജാവിന്റെ കാലഘട്ടത്തിലാണ്. ഈ അർത്ഥശിഷ്ട രാജാവിന്റെ കാലഘട്ടം ഏകദേശം BC 557. മാത്തമാറ്റിക്സ് അറിയാവുന്ന വേണമെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചു. BC 557 മുതൽ, അത് ദാനിയേലിലെ പ്രവചനം 9-ാം അധ്യായത്തിന് 25-ാം വാക്യത്തിൽ പറഞ്ഞത്, യെരൂശലേമിനെ ദാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ഉള്ള കാലം. അപ്പൊ കൽപ്പന പുറപ്പെടുന്നത് BC 557 കാലത്താണ്. ഈ അത് മുതലുള്ള 70 അല്ലെങ്കിൽ 7 ആഴ്ച, 7 വീക്സ് മീൻസ് 49 വർഷം. അതായത് 457 മുതൽ 408 BC വരെയുള്ള കാലഘട്ടം, അതായത് 49 വർഷം. 457 മുതൽ 408 BC വരെയുള്ള ആ കാലഘട്ടത്തിൽ ആലയം പണിതു, ആലയത്തിന്റെ മതില് പണിതു. നമ്മൾ നെഹെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മതില് പണിയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം എസ്രായുടെ നേതൃത്വത്തിൽ നേരത്തെ വന്ന് ദേവാലയം പണിയുന്നു, നഗരം പണിയുന്നു. നെഹെമ്യാവിന്റെ കാലഘട്ടത്തിൽ വന്നിട്ട് മതില് പണിയുന്നു. ഇതെല്ലാം നമുക്ക് ബൈബിളിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ അപ്പം BC 408 ആയപ്പോഴേക്കും 49 വർഷമായി. ഈ 408 BC മുതൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ ശുശ്രൂഷയ്ക്കായി സ്നാനമേൽക്കാൻ വരുന്നത് വരെയുള്ള കാലം, അതായത് 408 BC മുതൽ 27 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ, 27 വരെയുള്ള കാലഘട്ടം ആ യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് പീരീഡാണ്. അതായത് ഏകദേശം അതാണ് 62 ആഴ്ചവട്ടക്കാലം. ഈ 62 ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് 434 വർഷങ്ങൾ. ഒന്നുകൂടെ പറയാം. 457 മുതൽ 408 BC വരെയുള്ള 49 വർഷം. യെരൂശലേം പുതുക്കി പണിയുവാൻ വേണ്ടിയുള്ള മതില് പണിയുവാനുള്ള കാലഘട്ടം 49 വർഷം. അതുമുതൽ ഏകദേശം 434 വർഷങ്ങൾ, അതായത് 62 ആഴ്ചവട്ടക്കാലം. 62 ഗുണം 7 എന്ന് പറയുന്നത് 434 വർഷമാണ്. ഈ 434 വർഷം they were waiting for മശിഹ. അപ്പോൾ ആ മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു. അങ്ങനെ മശിഹ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ പരസ്യമായിട്ട് പ്രത്യക്ഷമാവുകയാണ്, വരികയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് അത്യുന്നതങ്ങളിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നു. ക്രിസ്തുവിനെ പരസ്യമായിട്ട് പിതാവായ ദൈവം യോഹന്നാൻ സ്നാപകനിലൂടെ പരിചയപ്പെടുത്തുന്നു. AD 27 434 വർഷത്തിന് ശേഷം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പം 434 വർഷം പ്ലസ് 49 കൂടെ ചേർത്താൽ ഏകദേശം 483 വർഷം. ശ്രദ്ധ കേൾക്കണേ, 483. അതായത് അർത്ഥശിഷ്ട രാജാവ് യെരൂശലേം പണിയാൻ തുടങ്ങുന്നത് മുതൽ മിശിഹാ തമ്പുരാൻ മിനിസ്ട്രിക്ക് രംഗത്ത് വരുന്നത് വരെയുള്ള കാലഘട്ടം, AD 27 വരെയുള്ള കാലഘട്ടം. കാരണം യേശുക്രിസ്തു ജനിച്ചത് BC 3 ചരിത്രപരമായ തെളിവുകൾ ധാരാളമുണ്ട്. BC 3 മിശിഹ. അപ്പം മിശിഹയുടെ 30-ാമത്തെ വയസ്സിൽ ഏകദേശം AD 27 മിശിഹ ശുശ്രൂഷയ്ക്ക് രംഗത്ത് വരുമ്പോൾ, ഏകദേശം മിശിഹ പരസ്യമായി ശുശ്രൂഷയിലേക്ക് രംഗത്ത് വരുന്ന സമയം അഭിഷക്തനായ ഒരു പ്രഭു വരെ 69 ആഴ്ചവട്ടം, 483 വർഷം. ഇനി അടുത്തത്, ഇനി നിങ്ങൾ വേദോസം ശ്രദ്ധിക്കണം. അഭിഷക്തനായ ഒരു പ്രഭു വരെ, അതായത് അഭിഷക്തനായ ഒരു പ്രഭു വരുന്നത് വരെയുള്ള കാലഘട്ടം ഏതാ? 62 + 7 69 ആഴ്ചവട്ടം. ഇനി അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞ ആദ്യത്തെ 7 പിന്നെ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് എല്ലാ ബ്രദറൻ, പെന്തിക്കോസ്റ്റൽ, അന്ത്യകാല ശാസ്ത്രജ്ഞന്മാർ, ദൈവദാസന്മാർ, വേദാധ്യാപകർ, ടേക്ക് യുവർ സീറ്റ്, fasten your seat, sit down and listen this word please. നിങ്ങൾ എവിടെയാണ്? ഈ 69-നും 70-നും ഇടയ്ക്ക്
ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, ആഫ്റ്റർ 62 വീക്സ്. ആ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, 62 ആഴ്ചവട്ടം കഴിഞ്ഞാൽ പിന്നെ ഏത് ആഴ്ചവട്ടമാ? 70ാമത്തെ ആഴ്ചവട്ടോ. അപ്പൊ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. 69ാമത്തെ ആഴ്ചവട്ടത്തിൽ പ്രഭു, അതായത് മിശിഹ അഭിഷക്തനായ ഒരുവൻ വന്നു. പരസ്യമായി യോർദാന്റെ തീരത്ത് പിതാവാം ദൈവത്താൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പരസ്യമായി ഡിക്ലെയർ ചെയ്തു. മശിഹായി പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. ദേഹരൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കഫ് എന്നാണ് ആ വാക്കിന് യഹൂദന്മാർ പറഞ്ഞത്. കഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവ് ഇറങ്ങി വരുമ്പോൾ മുമ്പോട്ട് ചിറക് വിരിച്ച് ഇറങ്ങി വരുന്നത് പോലെ പരിശുദ്ധ രോഗം എന്ന് പറയുന്നത്. കഫ് എന്ന് പറഞ്ഞ ഹീബ്രു അക്ഷരം. ആ കഫ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂ 20 ആണ്. 20 എന്ന് പറയുന്ന സംഖ്യ യഹൂദന്മാരുടെ ആൽഫബറ്റിക്കൽ ന്യൂമറോളജിക്കൽ വാല്യൂ അനുസരിച്ച്, പഠനം അനുസരിച്ച് ഹോപ്പ്, പ്രതീക്ഷയാണ്. അതായത് കഴിഞ്ഞ 434 വർഷമായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന അഭിഷക്തനായവനാണ് ദാണ്ടെ യോർദാനിൽ വന്നു നിൽക്കുന്നത് എന്നാണ് ആ ഇറങ്ങി വന്ന പ്രാവിന്റെ രൂപം, ദേഹരൂപം യഹൂദ സമുദായത്തെ മനസ്സിലാക്കിപ്പിച്ചു. വെറുതെ അവർക്ക് മനസ്സിലായി, ദിസ് പേഴ്സൺ ഈസ് ദ എക്സ്പെക്റ്റഡ് മസയ. അവർ പ്രതീക്ഷിച്ച മഷിഹ ഈ വന്നു നിൽക്കുന്നയാളാണ്. ചിറക് വിരിച്ചും വരുന്ന ദേഹരൂപത്തിൽ, പ്രാവ് ഇറങ്ങി വരുന്ന ദേഹരൂപത്തിൽ പരിശുദ്ധ റൂഹ ഇറങ്ങി വരുമ്പോൾ അതിന്റെ അർത്ഥം ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് വൺ. ദേ വർ വെയിറ്റിംഗ് ഫോർ ദ മസായ. ഇനി 7:27 അവൻ തന്നെ വെളിപ്പെടുത്തി, സ്നാനമേറ്റു, പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നു. അന്നു മുതൽ മിശിഹ തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് 27 മുതൽ അടുത്ത ഒരു 3.5 വർഷം കഴിയുമ്പോൾ മിശിഹ തമ്പുരാൻ ഛേദിക്കപ്പെടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബൈബിളിലേക്ക് തന്നെ പോകണം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, അപ്പൊ കഴിയുമ്പോൾ 62 + 9 7 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ പിന്നെ 70ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് ഇതിനിടയ്ക്ക് ഗ്യാപ്പില്ല. നിങ്ങൾ ഗ്യാപ്പിന് എത്ര ശ്രമിച്ചാലും ഗ്യാപ്പ് കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ തിയറിയെ സ്ഥാപിക്കാൻ നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിനെ വളച്ചൊടിക്കുകയാണ്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ. ഞാൻ എന്റെ വ്യാഖ്യാനമല്ല, നാണ്ട് എഴുതി വെച്ചിരിക്കുന്നു. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പം അഭിഷക്തൻ എപ്പോഴാ ഛേദിക്കപ്പെടുന്നത്? 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്. 62 എന്ന് പറയാം, +7 കൂടെ നിങ്ങൾ കൂട്ടിക്കണം. അപ്പൊ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ആരെ ഛേദിക്കപ്പെടുന്നത്? അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പം അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് ഏത് വീക്കിലാണ്? 70ാമത്തെ ആഴ്ചവട്ടാണ്. അല്ലാതെ 69ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 70ാമത്തെ ആഴ്ചവട്ടത്തെ കൊണ്ട് ഏതോ ഭൂമിയുടെ അവസാനം കൊണ്ട് വെച്ചിരിക്കുകയല്ല. 70ാമത്തെ ആഴ്ചവട്ടം അത് എഴുതിക്കേ. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഇതൊക്കെ നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനം വന്നിരിക്കുന്നത്. പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധം ഉണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ പറയാം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ആകെ കൺഫ്യൂഷൻസ് കൊണ്ടുവരുന്ന കുറേ പദപ്രയോഗങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഇതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചത് 483ാമത്തെ വർഷം ദൈവം പുത്രനായ യേശുക്രിസ്തു പരസ്യമായി ശുശ്രൂഷയ്ക്ക് വരും. 69 ആഴ്ചവട്ടത്തിന് കഴിഞ്ഞിട്ട് 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്ത് മിശിഹ തമ്പുരാൻ ഛേദിക്കപ്പെടുന്നു. അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെടുന്നു. അഭിഷക്തനായൊരു പ്രഭു. ഇവിടെ ഒരു പ്രിൻസ് ഉണ്ട്, പ്രഭു. ഇവിടെ വെച്ചാണ് ദുർവ്യാഖ്യാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മുഴുവൻ ദുർവ്യാഖ്യാനം ഈ ഒരൊറ്റ വാക്യങ്ങളിൽ ആരംഭിച്ചു. ഇവിടെ ഗ്യാപ്പ് വന്നു, ആന്റി ക്രൈസ്റ്റ് വന്നു, പിന്നെ വേറെ ഒരുപാട് ഗുലുമാലുകൾ ഇതിനകത്ത് വന്നു കയറിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ദാനിയേലും അറിഞ്ഞിട്ടില്ല, പരിശുദ്ധ റൂഹായും അറിഞ്ഞിട്ടില്ല, ഗബ്രിയ മാലാഖയും അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ആളുകൾ കൃത്യമായ നിലയിൽ ഇതിന് കൊടുക്കേണ്ട വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
എങ്ങനെയാണ് ഈ ഗ്യാപ്പ് വന്നതെന്നും കൂടെ ഞാൻ പറയാം. ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി തരട്ടെ. അപ്പൊ അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടുന്ന 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, അപ്പം 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്താണ് മിശിഹാ തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ഛേദിക്കപ്പെടുന്നത്. ഇനി ഈ വരുവാനിരിക്കുന്ന പ്രഭു ആരാ? എല്ലാവരും പറയുന്നത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നിങ്ങൾ ജോസീഫസിന്റെ ബുക്കും വാർ ഓഫ് ദ ജൂസ് വായിച്ചാൽ മനസ്സിലാകുന്ന 1-2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒന്ന് നോട്ട് ചെയ്തത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കും. അതായത് ഇവിടെ കലാമിറ്റീസ് ഉണ്ടായിട്ട് ഞാൻ അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ ജോസീഫസിന്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്. വാർ ഓഫ് ദ ജൂസ് ചാപ്റ്റർ 5 വേഴ്സ് ബുക്ക് നമ്പർ 5 ചാപ്റ്റർ 1 പാരഗ്രാഫ് 5:5 അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: എ സോൾജേഴ്സ് റഷ്ഡ് ഇൻ, അതായത് ദേവാലയത്തിനകത്തേക്ക് അവർ കയറുമ്പോൾ, they neither spared nor withheld their hand from slaying nor stay their hand at pity. അതായത് കയറി, ഈ പടജനം കയറി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത വാക്കിന് a greater number of them were slain by their own countrymen than by the enemy. അതായത് അന്ന് ഈ പടജനം അപ്പം ഈ ദേവാലയത്തെയും ജനത്തെയും മന്ദിരത്തെ നശിപ്പിച്ചത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനമാണ്. ഈ വരുവാനിരിക്കുന്ന പ്രഭു ആരാണ്? ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ടൈറ്റസ്. കാരണം ഇവിടെ ഒരു പ്രഭുവേ ഉള്ളൂ, അത് അഭിഷക്തനായ ഒരു പ്രഭുവാണ്. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. അഭിഷക്തനായ ആ പ്രഭു അവൻ വരാൻ പോവാ. സെക്കൻഡ് കമ്മിങ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് മീൻസ് ദ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം മീൻസ് പടജനം ആരാണ്? യഹൂദജനം. നിങ്ങൾ ആ പുസ്തകങ്ങൾ, ജോസീഫസിന്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദ ടെമ്പിൾ വാസ് സെറ്റ് ഓൺ ഫയർ. അതായത് 6ാമത്തെ വാർ ഓഫ് ദ ജൂസ് ചാപ്റ്റർ 6 വേഴ്സ് 4-5 പറഞ്ഞിരിക്കുന്നത്, ദ ടെമ്പിൾ വാസ് സെറ്റ് ഓൺ ഫയർ. One would have thought the hill on which the temple stood were seething hot from the bottom. അതായത് ദേവാലയം തീപിടിച്ച് കത്തി. അത് അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ചതാണെന്ന് നമുക്ക് ജോസീഫസിന്റെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. അതായത് ദേവാലയത്തെയോ മന്ദിരത്തെയോ പട്ടണത്തെയോ നശിപ്പിക്കുക എന്നത് ടൈറ്റസിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ആ ജനത്തെ കൊല്ലാൻ പോലും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇവര് 3.5 വർഷത്തെ ഉപരോധത്തിന് ശേഷം ഈ പട്ടണത്തിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, ആ ജനത ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ദേവാലയത്തിന്റെ അകത്ത് മരിച്ച് അഴുകി ജീർണിച്ച് കിടക്കുക. ആരാ ഇവരെ കൊന്നത്? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. അതാരാ? ഇസ്രായേൽ. യഹൂദന്മാരാലാണ് യഹൂദജനം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. യഹൂദന്മാരാലാണ് ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. മന്ദിരം നശിപ്പാൻ കാരണക്കാർ ടൈറ്റസ് അല്ല. മന്ദിരം നശിപ്പിക്കാൻ കാരണക്കാർ അന്നത്തെ യഹൂദന്മാരായ സീലറ്റ്സ്, അവിടുത്തെ റവല്യൂഷനിസ്റ്റ് ആയിട്ടുള്ള കലാപകാരികളായിട്ടുള്ള യഹൂദന്മാര് തന്നെയാണ് ആ കലാപത്തിന് കാരണം, യെരുശലേമിന്റെ നാശത്തിന് കാരണം, മന്ദിരം നശിക്കാൻ കാരണം, എല്ലാ ജനതയുടെ അന്നുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ജനത്തിന്റെ മരണത്തിനും കാരണക്കാർ ഈ ജനം തന്നെ. ഈ പ്രഭുവിന്റെ പടജനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിന്റെ തന്നെ പടജനം. ഇത് അന്തിക്രിസ്തു ആണെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇവിടെ ആദ്യം പറഞ്ഞ അഭിഷക്തനായ ഒരു പ്രഭു, ഈ വാക്യത്തിനകത്ത് ഒരുപാട് പ്രഭു ഇല്ല പ്രിയപ്പെട്ടവരെ. ഇതിനകത്ത് ഒരു പ്രഭുവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. ഹി ഈസ് ദ എവർലാസ്റ്റിംഗ് ഫാദർ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ അനോയിന്റഡ് പ്രീസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് 60 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേകം ശരിക്കും ആരും ഇല്ലാതിരിക്കും. ഒക്കെ താഴോട്ട് വൈകുന്ന വിശുദ്ധ മന്ദിരത്തെ അതാ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പദം. വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ കമ്മിങ് സെക്കൻഡ് കമ്മിങ് ക്രൈസ്റ്റിന്റെ. ആ ജനം എന്ത് ചെയ്യും? നശിപ്പിക്കും. അവന്റെ അവസാനം ഏതാ? അവന്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടിയായിരിക്കും. അവസാനത്തുള്ള യുദ്ധം ഉണ്ടാകും. ശൂന്യങ്ങൾ ഈ പ്രളയത്തോടെ ആയിരിക്കും എന്നുള്ള വാക്കിനെ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഐ വാണ്ട് ടു, അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് രക്തപ്പുഴ ഒരു കാര്യം. അതായത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ വേറൊരു കാര്യം കൂടി ചേർന്നത്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എന്ന് പറയുമ്പോൾ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഒന്ന്, ഇതിന്റെ കാരണക്കാർ യഹൂദന്മാരെ. 2, ഈ ദൈവം മേഘത്തിൽ വന്നു, കർത്താവായ യേശു മേഘത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയും. യെശയ്യാവിന്റെ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ മിസ്രയീമിലേക്ക് വേഗതയുള്ള മേഘത്തെ വാഹനമേറ്റി വരുന്നു എന്ന് യഹോവ പറയുക. എന്തിനാ വന്നത്? അവിടുത്തെ ജനത്തെ, ആ രാജ്യത്തെ, അവിടുത്തെ മിഥ്യാമൂർത്തികളെ ന്യായം വിധിക്കാൻ.
പക്ഷെ യഹോവയായ ദൈവമാണ് മേഘത്തിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് 20-ാമത്തെ അധ്യായത്തിൽ അസീറിയ സെൻഹരീബ് എന്ന് പറയുന്ന അസീറിയൻ രാജാവാണ് വന്ന് എന്ത് ചെയ്യുന്നത്? ഈ മിസ്രൈമിനെ അറ്റാക്ക്. അപ്പം അസീറിയ രാജാവ് ഇപ്പൊ ആരുടെ പടജനമാണ്? യഹോവയുടെ പടജനമല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ വരുവാനിരിക്കുന്ന ജനത്തിന്റെ പ്രഭുവിന്റെ പടജനം എന്നത് അറ്റ്ലീസ്റ്റ് യഹൂദന്മാർ അവിടെയുണ്ട്, അതുപോലെ തന്നെ റോമൻ സൈന്യവും ആ പ്രഭുവിന്റെ തന്നെ പടജനം. അപ്പം ദൈവമാണ്, പ്രഭു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് ഈ റോം സാമ്രാജ്യത്തെ എന്ത് ചെയ്തത്? ഇവിടേക്ക് കൊണ്ടുവരാൻ കാരണക്കാരൻ. ആ നിയോഗം ദൈവത്തിന് തന്നെ വന്ന ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് രണ്ടും, ഈ നാശത്തിനും ദേവാലയത്തിനും മന്ദിരത്തിനും നഗരത്തിനും നാശത്തിന് ഹേതുവായത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനമാണ്. ആ പടജനത്തിനകത്ത് യഹൂദനുമുണ്ട്, അതേസമയം ദൈവനിർണയ പ്രകാരം അയക്കപ്പെട്ടിരിക്കുന്ന ദൈവികമായ പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റിന്റെ ഭാഗമായിരിക്കുന്ന റോമൻ സൈന്യമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ നഗരത്തെയും ഈ പട്ടണത്തെയും മന്ദിരത്തെയും നശിപ്പിക്കാൻ കാരണമായത്. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അവസാനമായിരിക്കും പ്രളയത്തോടുകൂടിയൊക്കെ അതൊരു സിംബോളിക്കലി സംസാരിക്കും. ജസ്റ്റ് ബിക്കോസ് അവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ദ റോമൻ സ്പോഡിന്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നില്ല. ഇവിടെ ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത് വാർ ഓഫ് ദി ജൂസ് ചാപ്റ്റർ ബുക്ക് നമ്പർ 6 എഴുതിയിരിക്കുന്നത് ദ സ്ലെയിൻ കവേർഡ് ദ ഗ്രൗണ്ട്. അതായത് മരിച്ചവരെ കൊണ്ട് ആ ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞു. കവേർഡ് ദ ഗ്രൗണ്ട്, ദ ബ്ലഡ് റാൻ ഡൗൺ ദ സ്റ്റെപ്സ്. അതായത് ആ ലയത്തിൽ നിന്ന് ആ പടിക്കെട്ടിലൂടെ രക്തം ഇങ്ങനെ പുഴ പോലെ ഒഴുകുകയായിരുന്നു, ഒരു പ്രളയം പോലെ ഒഴുകിയ. ദാറ്റ് മീൻസ് the end there shall be and the end thereof shall be with a flood എന്ന് പറഞ്ഞതിനൊക്കെ അർത്ഥം a symbol of overwhelming destruction. ഭയങ്കരമായ നാശം, അതിഭയാനകമായ കൊലപാതകം, രക്തപ്പുഴ ഒഴുകുകയാണ്. പ്രളയം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഇറ്റ്സ് എ ബ്ലഡ് ഷെഡിങ്. ഇറ്റ് ഈസ് എ overwhelming destruction of the temple of God and the people of Israel. ഇനി അവൻ ഈ പ്രഭു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക്, നിങ്ങൾ വളരെ അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക്, ഏത് ആഴ്ചവട്ടം എന്നറിയാമോ? അവസാന ആഴ്ചവട്ടോ. ഒരു ആഴ്ചവട്ടത്തേക്ക് ക്രൈസ്റ്റ് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്രൈസ്റ്റ് AD 27 വരുന്നു, AD 30 യേശു ക്രിസ്തു മരിക്കുന്നു. അപ്പൊ ആ 70-ാമത്തെ ആഴ്ചവട്ടം ക്രൈസ്റ്റ് ഉണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ആഴ്ചവട്ടത്തേക്ക് നമ്മൾ വായിച്ചു നോക്കിയ അവൻ നിയമത്തെ കഠിനമാക്കും. സത്യമല്ലേ? ന്യായപ്രമാണമാണോ യേശു പ്രസംഗിച്ചത്? മത്തായിയുടെ സുവിശേഷം 5, 6, 7 വായിക്കുന്നു നോക്ക്. ന്യായപ്രമാണത്തെ പറഞ്ഞതിന് അപ്പുറത്ത് കഠിനമായ ഉപദേശം പഠിപ്പിക്കാൻ തുടങ്ങി, കഠിനമാക്കി. എന്നിട്ട് ബാക്കി നോക്കി. അപ്പൊ യേശുവാണിത്. ഇത് നമ്മൾ നിലവിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ആന്റി ക്രൈസ്റ്റ് ആണ്. ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് നിയമം കഠിനമാക്കുക. എന്തിനാ? ആന്റി ക്രൈസ്റ്റിനും യേശു ക്രിസ്തുവിനും തമ്മിൽ എന്താ ബന്ധം? ദേവാലയത്തിനും ഇനിയും വരാൻ പോകുന്ന ഏതോ രാജ്യത്തു നിന്ന് വരുന്ന ആന്റി ക്രൈസ്റ്റിന് എന്താ ബന്ധം? ദീസ് ഓൾ തിങ്സ് ആർ ബേസ്ഡ് ഓൺ ടെമ്പിൾ. നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾഡ് കവനന്റ്. സോ യേശു ക്രിസ്തു ആ അവസാനത്തെ ആഴ്ചവട്ടത്തിൽ നിയമം കഠിനമാക്കി. കൊല ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോപിക്കരുത്. വ്യഭിചാരം ചെയ്യുന്ന നിങ്ങളോട് പറഞ്ഞു, മോഹിക്കരുത്. കൂട്ടുകാരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ അഗ്നിനരകത്തിന് യോഗ്യനാകും. കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ കുത്തി പൊടിച്ചു കളയണം. കഠിനമാക്കി. 10 കൽപ്പനയല്ല, 10 കൽപ്പനയുടെ സൂപ്പർലേറ്റീവ് ആയിട്ട് നിയമത്തെ കഠിനമാക്കി. നോക്കിക്കേ അടുത്ത വാക്യം നിന്ന്, പലരോടും തന്റെ നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തിക്കളയും. അങ്ങനല്ലേ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ, ഏത് ആഴ്ചവട്ടത്തിന്റെ? ഇവിടെ ആകപ്പാടെ 70 ആഴ്ചവട്ടേ ഉള്ളൂ സഹോദര. 69-ാമത്തെ ആഴ്ചവട്ടത്തിൽ പ്രഭു വെളിപ്പെട്ടു. 69-ാമത്തെ ആഴ്ചവട്ടത്തിൽ അവൻ നിയമത്തെ കഠിനാക്കി. ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നിയമത്തെ കഠിനമാക്കി. ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്തിൽ അവൻ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു, ഛേദിക്കപ്പെട്ടു. ആ ആഴ്ചവട്ടത്തിൽ അവൻ എന്ത് ചെയ്തു? നിയമത്തെ കഠിനമാക്കി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മിശിഹാ തമ്പുരാൻ 26-ാം അധ്യായത്തിൽ അവൻ പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയുന്ന പുതു നിയമത്തിനുള്ള എന്റെ രക്തം. ക്രിസ്തു ഒരു പുത്തൻ നിയമത്തെ സ്ഥാപിച്ചിരിക്കുന്നു, പുതു നിയമം ആരംഭിച്ചു. ആ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഛേദിക്കപ്പെടുന്നു. ഛേദിക്കപ്പെടുന്നതിന് എന്താ സംഭവിച്ചത്? ഹനനയാകവും ഭോജനയാകവും നീക്കിക്കളയും. സ്പിരിച്വലി, ആത്മീകമായി മിശിഹായുടെ കാൽവറി മരണത്തോടുകൂടെ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും പാപയാഗങ്ങളും സ്റ്റോപ്പായി. എന്നാൽ AD 70 വരെ അത് അവിടെ ഉണ്ടായിരുന്നു. AD 70 ദേവാലയവും പൗരോഹിത്യവും നശിക്കുന്ന കാലഘട്ടത്തിൽ അത്
ഫിസിക്കലി ഹനനയാകവും ഭോജനയാകവും പാപയാകവും എന്നേക്കുമായി സാധിച്ചു. ഇന്ന് ഹനനയാകവും ഇല്ല, ഭോജനയാകവും ഇല്ല, പാപയാകവും ഇല്ല, ഒന്നുമില്ല. കാരണം AD 70 ഫിസിക്കലി സ്റ്റോപ്പ് ഫോർ എവർ. ബട്ട് ഓൺ ദ midst of that week when Jesus Christ died on the cross, spiritually ഹനനയാകവും ഭോജനയാകവും പാപയാകവും സ്റ്റോപ്പായി. ആമേൻ. ഇവിടെ എവിടെയാണ് ഗ്യാപ്പ്? 70-ാമത്തെ ആഴ്ചവട്ടം 69-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് പ്രഭു കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ആഴ്ചവട്ടത്തിന്റെ മധ്യ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഏതാഴ്ചവട്ടം? 70-ാമത്തെ ആഴ്ചവട്ടം. നമ്മൾ എന്ത് പറ്റിയെന്നറിയുമോ? ഈ വരുന്ന പ്രഭു എന്ന് പറഞ്ഞ ആന്റി ക്രൈസ്റ്റ് ആണ്. അവൻ പുതിയ നിയമം ചെയ്യാൻ പോകുന്നു, ഇസ്രായേലുമായി പുതിയ ഉടമ്പടി ചെയ്യാൻ പോകുന്നു, അവൻ സമാധാനം നടത്താൻ പോകുന്നു. അതിനുശേഷം ഇതൊന്നുമല്ല. Is talking about the prince of anointed prince Jesus Christ, the coming prince Jesus Christ. നിയമത്തെ കഠിനമാക്കിയ പ്രിൻസ് ജീസസ് ക്രൈസ്റ്റ്. ഖനനയാകവും ഭോജനയാകവും സ്റ്റോപ്പ് ചെയ്ത പ്രിൻസ് ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ്. ഓക്കെ, ഞാനത് വലിയ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം ഞാനൊന്ന് പറഞ്ഞ് വേഗത്തിൽ വിടാം. ഇനി ഈ ഗ്യാപ്പ് തിയറി എങ്ങനെയാ വന്നതെന്നും കൂടെ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് പറയാം. ഏർലി സഭയ്ക്ക്, അതായത് ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക്, ഏർലി ചർച്ച് ആൻഡ് ചർച്ചുകൾക്ക്, ചർച്ചിലെ ഫാദേഴ്സിന് ഈ ഗ്യാപ്പ് തിയറി എന്ന് പറയുന്ന സംഭവം അറിയത്തേ ഇല്ല. നമ്മുടെ ബ്രദറൻകാർ, അച്ചാച്ചന്മാർ ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവര് അറിഞ്ഞിട്ട് പോലുമില്ല. ഏർലി ചർച്ച് ഫാദേഴ്സ്, ഉദാഹരണം ഐറേനിയസ്, ഹിപ്പോലിറ്റസ്, ജെറോം തുടങ്ങിയവർ, അവർ പറഞ്ഞ they saw the 70 weeks as continuous. ഞാൻ അതിനെക്കുറിച്ച് അവരുടെ പേര് പരാമർശിക്കുമ്പോൾ അവരുടെ ലെറ്റേഴ്സിൽ അതുണ്ട്. സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കുക. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് റെഫറൻസ് എടുത്ത് പറയാൻ പറ്റിയ സമയമില്ല. ഈ സഭാപിതാക്കൻ പറഞ്ഞത് ഈ 70 ആഴ്ചവട്ടത്തിന് ഇടയ്ക്ക് ഗ്യാപ്പില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, ഫുൾഫിൽഡ് ഇൻ ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ യെരൂശലേം. യേശുക്രിസ്തുവിന്റെ പറോസിയയിലും യെരൂശലേമിന്റെ നാശത്തിലും 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കപ്പെട്ടു. ഇടയ്ക്ക് വെച്ചൊരു കാര്യം ഇവിടെ പറയാം. 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്ത് അഭിഷേകത്തിന് നിഷേധിക്കപ്പെട്ടു. കർത്താവ് ഉയർത്തി സ്വർഗത്തിലേക്ക് പോയി, പരിശുദ്ധ റൂഹ വന്നു. നമുക്കറിയാം, അടുത്ത അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അടുത്തൊരു 3.5 വർഷം സ്തെഫാനോസ് കല്ലെറിയപ്പെടുന്ന കാലം വരെ ശുശ്രൂഷ യെരൂശലേമിലും യഹൂദിയിലും മാത്രം, ശമരിയിലും ആ യഹൂദന്റെ ഇടയിൽ മാത്രം ഒതുങ്ങി അവരോട് ദൈവത്തിന്റെ വചനം 3.5 വർഷം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്നാണോ സ്റ്റീഫൻ കൊല്ലപ്പെട്ടത്, അന്ന് അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും ശിഷ്യന്മാരും യെരൂശലേമിൽ നിന്ന് ചിതറിപ്പോയി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അവരോടുള്ള 70 ആഴ്ചവട്ടക്കാലം ദൈവത്തിന്റെ ദാസനായ സ്തെഫാനോസ് കൊല്ലപ്പെട്ടതിന്റെ അന്ന് അവസാനിക്കുകയും ദൈവം തന്റെ സുവിശേഷത്തെ, തന്റെ രക്ഷയുടെ മാർഗത്തെ ജാതികളിലേക്ക് അതേ പകരുവാൻ, കൈമാറുവാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് കാണാം. അതിൻ്റെ അതായത് യഹൂദനോടുള്ള വിധത്തിൽ 70 ആഴ്ചവട്ടക്കാലം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവസാനിച്ചു. ഇനി ഒരു 7 ആഴ്ചവട്ടക്കാലം എന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിത്താണ്. ഒന്നുകൂടെ പറയാം. ഇനി ഒരു 7 വർഷം മഹോപദ്രവകാലം ഉണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളവും കപടതയും അബദ്ധവും വഞ്ചനയുമാണ്. ഇതിങ്ങനത്തെ കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലോ അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തുവോ ഒരു സ്ഥലത്ത് പോലും 7 വർഷം മഹോപദ്രവകാലം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മിത്താണ്, ഇത് വഞ്ചനയാണ്, ഇത് ജനത്തെ ഭയപ്പെടുത്താനുള്ള മാർഗമാണ്, ജനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, സാധുക്കളെ പേടിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മാർഗമല്ല എന്ന് മനസ്സിലാക്കണം. 7 വർഷത്തെ മഹോപദ്രവകാലം ഉണ്ടെന്നുള്ളത് ഒരു സ്ഥലത്തും ബൈബിളിൽ ഇല്ല പ്രിയരെ. അങ്ങനെ ആർക്കെങ്കിലും കാണിക്കാമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് പരസ്യമായിട്ട് ഞാൻ തിരുത്തി പറയാം. കൃത്യമായി കാണിക്കണം, വളച്ചൊടിച്ചുകൊണ്ട് വരരുത്, കൃത്യമായി. ശരി, ഏർലി ചർച്ച് ഫാദേഴ്സിൽ ഐറേനിയസും ഹിപ്പോലിറ്റസും ജെറോമും പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് ഫുൾഫിൽ ചെയ്തത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിളിൽ. റിഫോം തിയോളജിയുടെ ആളുകളായി വന്ന ലൂത്തർ, കാൽവിൻ തുടങ്ങിയ ആളുകൾ പറഞ്ഞു സോ നോ ഗ്യാപ്പ്. ദേ വ്യൂഡ് ദ 7th week as fulfilled by Christ's death and the end of the old covenant. ഓൾഡ് കവനന്റ് അവസാനത്തിൽ ഇത് അവസാനിച്ചുവെന്ന് നവോത്ഥാനത്തിന്റെ നേതാക്കന്മാരായ മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനും ഒക്കെ തന്നെ ഇത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ക്രൈസ്റ്റ് ആണ് നിയമത്തെ കഠിനമാക്കിയവൻ. ദ ന്യൂ കവനന്റ് ഈസ് മച്ച് മോർ ഹാർഡഡ് ദാൻ ദ ഓൾഡ് കവനന്റ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ
ഗ്യാപ്പ് തിയറി എങ്ങനെ വന്നു എന്ന് ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താനായി. നിങ്ങൾക്കറിയാമോ, റിഫോർമേഷൻ ആരംഭിച്ചു മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ 16ാമത്തെ നൂറ്റാണ്ടിൽ. അപ്പൊ ഈ 16ാം നൂറ്റാണ്ടിൽ റിഫോമിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് രംഗത്തുനിന്ന് പ്രൊട്ടസ്റ്റന്റുകാർ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 7ാം അധ്യായത്തിൽ ഒരു കൊമ്പിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നതൊക്കെ പറഞ്ഞു. ലിറ്റിൽ കൊമ്പ്, ലിറ്റിൽ ഹോൺ, ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു. ആ മുളച്ചു വരുന്ന കൊമ്പും തെസലോനിക്ക ലേഖനത്തിൽ 2ാം അധ്യായത്തിൽ മാൻ ഓഫ് ലോലെസ്നെസ്, മാൻ ഓഫ് സിൻ, അധർമ്മമൂർത്തി എന്ന് പറയുന്ന ആ മനുഷ്യനും എല്ലാം കത്തോലിക്ക സഭയിലെ പോപ്പാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. നോക്കിക്കോണേ, ഓരോ കുൽസിത പ്രവൃത്തികളാണ്. വേദോസത്തിൽ യേശു അപ്പോസ്തലന്മാരൊക്കെ വരാൻ പോകുന്ന പോപ്പിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നത്. നോ. അപ്പൊ അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഈ ജസ്യൂട്ട് സമൂഹത്തിൽപ്പെട്ട സ്കോളേഴ്സ് ഒരു കൗണ്ടർ റിഫോർമേഷൻ തുടങ്ങാം. കൗണ്ടർ റിഫോർമേഷൻ, ഈ പ്രൊട്ടസ്റ്റന്റിനെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു കൗണ്ടർ റിഫോർമേഷൻ ആരംഭിച്ചു. ഈ കൗണ്ടർ റിഫോർമേഷൻ തുടങ്ങിയത് 1590-ൽ, ഏകദേശം ആ 90 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ്കോ റിബേറ എന്ന് പറയുന്ന ഒരു ജസ്യൂട്ട്സ് സ്കോളർ, അദ്ദേഹമാണ് ദ ഫസ്റ്റ് ടൈം പ്രപ്പോസ് ചെയ്തത് 70 ആഴ്ചവട്ടത്തിനും 69 ആഴ്ചവട്ടത്തിനും 70ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ 70ാമത്തെ ആഴ്ചവട്ടം ഏറ്റവും അവസാനം, ലോകാവസാനത്തിൽ എവിടാണ്ട് കൊണ്ടുവച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹമാണ് ആദ്യമായി ഈ ഗ്യാപ്പ് തിയറി കൊണ്ടുവന്നത്. ഇത് യേശു എന്ന് പറഞ്ഞിട്ട് പോലുമില്ല, അപ്പോസ്തലന്മാർ കേട്ടിട്ടില്ല, ആദിമസഭയ്ക്ക് പരിചയമില്ല, സഭാപിതാക്കന്മാർ ഓർത്തിട്ടില്ല, ആർക്കും അറിയത്തുമില്ല. പക്ഷെ നമ്മുടെ ബ്രദറൻ ബെന്തക്കോസിൽ അച്ചാച്ചന്മാർക്ക് ഗ്യാപ്പ് ഉണ്ട്. അവർ വേദം ഗ്യാപ്പ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യത്തിനാണ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്ന പുള്ളികൾ. എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പൊ ഫ്രാൻസിസ്കോ റിബേറ എന്ന് പറയുന്ന ആൾ 1590-ലാണ് ഈ സംഭവം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞത്, അതായത് ഹി പ്ലേസ് ദ ആന്റി ക്രൈസ്റ്റ്. അദ്ദേഹം പറഞ്ഞത് ഈ ആന്റി ക്രൈസ്റ്റ് വരും, ദേവാലയം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും, ട്രിബുലേഷൻ ഉണ്ടാകും. ആ 70ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായ മഹോപദ്രവം ഉണ്ടാവും എന്നൊക്കെ പഠിപ്പിച്ചു. ഈ ഗ്യാപ്പ് തിയറി പുള്ളിയാണ് കൊണ്ടത്. അത് അങ്ങനെയാണ് ദാറ്റ്സ് എ ബർത്ത് ഓഫ് ദ ഗ്യാപ്പ് തിയറി ഇൻ 1590. അതിന്റെ ചൂടിൽ, ആ തണലിൽ ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന 1830-ൽ ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന യുഗപര പഠനം, അങ്ങനെയാന്ന് തോന്നുന്നു, ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയ രംഗത്തുണ്ട്. ഡാർബിയാണ് ദ ഫൗണ്ടർ ഓഫ് പ്ലിമത്ത് ബ്രദറൻ സഭയുടെ സ്ഥാപകനായിരിക്കുന്ന ഡാർബി. ഹി വാസ് റിവൈവ്ഡ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ റിബേറ എന്ന് പറയുന്ന ആളിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയയെ റിവൈവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ തന്നതായിട്ടുള്ള ഒരു സിസ്റ്റം, ഡിസ്പെൻസേഷണൽ പ്രീമില്ലേനിയസം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഈ തിയറിയാണ് നമ്മൾ ഇന്ന് പെന്തക്കോസ്റ്റൽസിലും ബ്രദറിലും കാണുന്നതെല്ലാം ഈ ഡിസ്പെൻസേഷൻ തിയറിയാണ്. ഇത് 1830-ൽ വന്നത്. ദയവായിട്ട് കേൾക്കണം. ഇതാണ് 30 കൊണ്ടത്. ഇപ്പം ഞങ്ങളിപ്പം പറഞ്ഞ ജീസസ് ഫുൾഫിൽഡ് എവറിത്തിങ്, അത് യേശു പഠിപ്പിച്ചതാ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാ. അത് ഇന്നലെ മെനഞ്ഞൊന്നും വന്നതല്ല. ഓക്കെ. അപ്പൊ ഇദ്ദേഹം ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഗോഡ് പോസ്റ്റ് ഹിസ് പ്രൊഫറ്റിക് ക്ലോക്ക് ആഫ്റ്റർ 69th വീക്ക്. അതായത് കർത്താവ് തന്റെ പ്രവചനത്തിന്റെ ക്ലോക്ക് 69ാമത്തെ ആഴ്ചയിൽ പോസ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. കർത്താവ് യേശുവിനെ റിജക്ട് ചെയ്തപ്പോൾ അവർ കൊണ്ടുവരുന്ന റിജക്ട് ചെയ്ത് റീപ്ലേസിംഗ് തിയറി. അതായത് റീപ്ലേസിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് വന്നു, കർത്താവിനെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, യഹൂദന്മാർ തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു, അവരോടുള്ള പ്രോഗ്രാം അങ്ങ് മാറ്റി വെച്ചിട്ട് ചർച്ച് ഏജ് എന്ന് പറഞ്ഞൊരു കാലം തുടങ്ങുന്നത്, സഭായുഗം. പക്ഷെ ഈ സഹോദരന്മാർ ആരെങ്കിലും ഈ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചിരുന്നെങ്കിൽ ഇത് പറയത്തില്ലായിരുന്നു. റോമാലേഖനം പഠിച്ചിരുന്നത് ഇത് പറയത്തില്ല. കാരണം 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭ, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ സഭ പെന്തിക്കോസിലുണ്ടായ ആദ്യത്തെ 3000 പേർ യഹൂദന്മാരാണ്. 3-ാം അധ്യായത്തിൽ ഒരു മുടന്തം നടന്നപ്പോൾ സഭയിൽ ആഡ് ചെയ്ത 5000 പുരുഷന്മാർ, 5000 കുടുംബം യഹൂദന്മാരാണ്. അങ്ങോട്ടുള്ള മുഴുവൻ യാത്രയിൽ യഹൂദന്മാരായ അനേകർ യേശുവിനെ അറിയുന്നുണ്ട്. എപ്പോ റിജക്ട് ചെയ്തെന്ന്? അന്നത്തെ കുറച്ച് മതത്തിന്റെ ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ദൈവവിരോധികളായ കുറെ യഹൂദന്മാർ മിശിഹാ തമ്പുരാനെ റിജക്ട് ചെയ്തെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രോഗ്രാം സ്റ്റോപ്പ് ആയിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഡാർബി പറഞ്ഞു, ദൈവത്തിന്റെ ക്ലോക്ക് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെന്താ ആരംഭിച്ചു? ചർച്ച ആരംഭിച്ചു.
ഈ ചർച്ച് ഏജ് ഇങ്ങനെ ആരംഭിക്കുക. ഈ ഗ്യാപ്പിനകത്ത് എന്തോ വർക്ക് ചെയ്യുന്നത്? ചർച്ച് ഏജ്. അപ്പൊ ചർച്ച് ഏജ് ചർച്ച് വിടുന്ന എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ 70ാമത്തെ ആഴ്ച തൊട്ട് ആരംഭിക്കും. വാട്ട് എ നോൺസെൻസ് ഇറ്റ് ഈസ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ വിശുദ്ധന്മാരാരാ? യഹൂദന്മാർ. ലോകം മുഴുവൻ സുവിശേഷം ആരോടാ പറഞ്ഞത്? യഹൂദന്മാർ. 12 ഗോത്രങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിച്ചാരാ? യഹൂദന്മാർ. 12 ഗോത്രങ്ങളെ ഒരുമിപ്പിച്ച് യഹൂദന്മാരാണ്. ആദ്യം യഹൂദൻ, പിന്നെ യവനൻ. ഇതായിരുന്നു ദൈവത്തിന്റെ പ്രോഗ്രാം. തള്ളിക്കളഞ്ഞു എന്ന് വെച്ചിട്ട് ക്ലോക്ക് നിർത്തിയിട്ടില്ല ദൈവം. ഈ പ്രസംഗിക്കുന്നവന്റെ ക്ലോക്കാണ് നിന്നുപോയത്. ഒന്നുകൂടെ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്ത് ക്ലോക്ക് ആരംഭിക്കുക, തലയൊന്ന് കറങ്ങട്ടാതി. The 7th week എന്ന് പറഞ്ഞാൽ 7 year tribulation. അവസാനത്തെ 7 വട്ടം മഹോദരത്തിന് വെച്ചേക്കുക. നല്ലതൊന്നും അല്ല കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, 70 ആഴ്ചവട്ടം എന്തിനാ വെച്ചേക്കുന്നത്? പറ. 70 ആഴ്ചവട്ടം ട്രിബുലേഷൻ വെച്ചിട്ടുണ്ടോ? അതിക്രമങ്ങൾ തടസ്സം ചെയ്യണം, പാപങ്ങൾക്ക് മുദ്രയിടണം, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം, ദർശനവും പ്രവചനവും എന്ത് ചെയ്യണം? മുദ്രയിടണം. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രവചനവും മുദ്രയിടണം. നിത്യനീതി വരുത്തണം. 5. അഭിഷക്തനായവരും ഛേദിക്കപ്പെടണം. എവിടെയാ മഹോപദ്രവം? 70 ആഴ്ചവട്ടത്തിനകത്ത് 70 ആഴ്ചവട്ടം ഈ 6 കാര്യം ഫുൾഫിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ എവിടെ നിങ്ങൾ ഈ 70ാമത്തെ ആഴ്ചവട്ടം മഹോപദ്രവം ഉണ്ടെന്ന് പറഞ്ഞു? ഇത് നമ്മൾ തിരികെ കയറ്റിയ മാനുഷികമായ ഉപദേശമാണ്, ദൈവികമായ ഉപദേശം അല്ല. There is no gap between 69th and 70th because Jesus Christ died on the 70th week. 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തനായവൻ വരും. ആ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അവൻ ഛേദിക്കപ്പെടും. 69 കഴിഞ്ഞ 70 70ാം ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്താണ് മിശിഹ ക്രൂശിക്കപ്പെടുന്നത്. ആ ആഴ്ചയാണ് അവൻ നിയമം കഠിനമാക്കിയത്. ആ ആഴ്ചയിലാണ് ഹനനയാഗവും ഭോജനയാഗവും നിർത്തൽ ചെയ്തത് സ്പിരിച്വലി. പിന്നെ വരുവാൻ പോകുന്ന പ്രഭുവിന്റെ ജനം എന്ത് ചെയ്തു? പട്ടണത്തെയും നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. ദാറ്റ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. സോ 70 ആഴ്ചവട്ടം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി. അതിനുശേഷം AD 70 ദേവാലയം നശിക്കപ്പെട്ടു. just because of the people of the Prince Jesus Christ and his people, the Jewish community, because they were the cause of the destruction of Jerusalem. Amen. So, and the priya sahodari, there is no gap between this 16 and week and 70 week. This is a human-made, manipulated, twisted theory. Unfortunately, ഡാർബിയിലൂടെ അത് കടന്നു വന്നു. നമുക്കറിയാം, അത് സ്കോഫീൽഡ് ബൈബിളാണ്. അന്ന് 1909 സ്കോഫീൽഡ് ബൈബിൾ ഇറങ്ങുന്നു. എൻ്റെ കയ്യിൽ ഒരു സ്കോഫീൽഡ് ബൈബിൾ ഉണ്ട്. അതിലൂടെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അമേരിക്ക മുഴുവൻ പ്രൊപ്പഗേറ്റ് ചെയ്തു. പിൽക്കാലത്ത് മൂഡി ബൈബിൾ കോളേജ് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു. ഡാളസ് ബൈബിൾ സെമിനാരി അതിൻ്റെ വലിയ പ്രചാരകരായിട്ട് മാറി. മോഡേൺ പ്രൊഫറ്റിക്കൽ മൂവ്മെന്റ് ആൻഡ് ഓൾ ദ ഇവാഞ്ചലിക്കൽ ചർച്ചസ് ആൻഡ് പ്രൊഫറ്റിക്കൽ ചർച്ചസ് ആർ ജസ്റ്റ് നൗ ദേ ആർ പ്രൊപ്പഗേറ്റിംഗ് ഓൾ ദിസ് ടീച്ചിങ്സ് എവറിവെയർ ഇൻ ദ വേൾഡ്. They are thinking that the gap in between the church age is going to be, that is absolutely wrong. Absolutely wrong. യഹൂദന് വേണ്ടി ഒരു കാലവും ഇല്ല. യഹൂദന്റെ കാലം യേശുക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. ഈ 6 കാര്യങ്ങളും കർത്താവായ യേശുവിലൂടെ ഫുൾഫില്ലായി. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഞാൻ ഇന്ന് പറയാൻ ആശിച്ചൊറ്റ കാര്യമുള്ളൂ. 69ാമത്തെ ആഴ്ചവട്ടത്തിനും 70ാമത്തെ ആഴ്ചവട്ടത്തിനും നടുവിൽ ഒരു ഗ്യാപ്പുമില്ല. കാരണം മിശിഹ ക്രൂശിക്കപ്പെട്ടതും മിശിഹ ഛേദിക്കപ്പെട്ടതും 70ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യയാണ്. അതിന്റെ മധ്യയാണ്, ആ 70ാം ആഴ്ചവട്ടത്തിന്റെ മധ്യയാണ് പാപയാഗവും ഹനനയാഗത്തിനും എന്നേക്കുമായി സ്പിരിച്വലി അവസാനം വന്നത്. അത് ഫിസിക്കലി അവസാനിച്ചത് AD 70 വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം ദേവാലയത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിച്ചു. AD 70 അത് പൂർത്തീകരിക്കപ്പെട്ടു. 70 ആഴ്ചവട്ടം വിശുദ്ധ ജനത്തിനും നിന്റെ നഗരത്തിനും ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നു. ഞാനൊരു ചോദ്യം കൂടെ ഒറ്റ വാക്കൂടെ ചോദിച്ചോട്ടെ. ഇന്ന് ഭൂമിയിൽ ഒരു വിശുദ്ധ നഗരവും ഇല്ല. ഇന്ന് ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരവുമില്ല. അങ്ങനെങ്കിൽ 70ാമത്തെ ആഴ്ചവട്ടത്തെ അവസാനത്തെ 7 വർഷം ഏത് വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ട് ചെയ്യും? ഏത് വിശുദ്ധ നഗരം? There is no holy city, there is no holy temple, because the temple is already demolished, destructed according to the prophetical word of our Lord Jesus Christ on Matthew chapter 24. It's already fulfilled. So I don't want to twist the word of God. I'm just openly reading the word of God. I'm not interpreting anything. I'm just taking the word and connecting with other word. Let God open your eyes to see the reality. കർത്താവായ ദൈവത്തിന്റെ ആ വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. കർത്താവ് എല്ലാവരെയും
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.